ആർക്കെങ്കിലും കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൈക്കാണിത്. സോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ ഞാൻ ഒരു മൈക്ക് മേടിച്ചായിരുന്നു. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. മൈക്കിൻ്റെ പേര് ഗ്രെനാറോ എന്നാണ്. വയർലെസ് മൈക്രോഫോണാണ്. S12 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനും വിചാരിച്ചു എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിയല്ലോ, സോ ഒരു മൈക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. മൈക്കിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിച്ചു തരാം. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ആ മൈക്കിൽ തന്നെയാണ്. ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് മൈക്ക് കണക്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഓഡിയോ. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് ഷാർപ്പായിട്ട് വോയിസ് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ വോയിസിൽ ഇവിടെയുള്ള ഫാനിൻ്റെ ശബ്ദം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കിളികളുടെ ശബ്ദവും കേൾക്കുന്നുണ്ടാവും. സോ ഇതിൽ ഡീനോയ്സ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 3 ലെവൽ വരെ ഡീനോയ്സ് ചെയ്യാം. അതും ഇതിൽ നമുക്ക് പവർ ബട്ടൺ അമർത്തിയിട്ടാണ് അത് ചെയ്യുക. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കിൻ്റെ പുറകിലായിട്ട് പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പച്ച ലൈറ്റ് ഒരു വട്ടം മിന്നും. അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു വട്ടം മിന്നും. പിന്നെ അതേപോലെ തന്നെ ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ 2 വട്ടം മിന്നും. അങ്ങനെയാണെങ്കിൽ അത് 2 ലെവൽ 2ലാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3rd ലെവൽ. ഇനി ഒരു വട്ടം കൂടി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലെവലിൽ വരും. ഇപ്പോൾ ഫസ്റ്റ് ലെവലാണ്. സോ ഗൈസ്, പിന്നെ ഇത് ഓണാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൻ്റെ പുറകിലായിട്ട് ക്ലിപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ പവർ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അമർത്തി പിടിക്കണം. അമർത്തി പിടിച്ചാലാണ് അത് പവർ ഓൺ ആവുക. പവർ ഓൺ ആകുമ്പോൾ ഇതേപോലെ ഒരു പച്ച ലൈറ്റ് കത്തും. ഇതിൻ്റെ ബോക്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് വരുന്നുണ്ട്. ഇതിനൊരു റിസീവർ ഉണ്ട്. നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു റിസീവർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള USB-C കേബിളും ഉണ്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഗ്രെനാറോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. സോ ആ ഒരു വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 700 രൂപയാണ് ഇതിന് വിലയുള്ളൂ. നമ്മൾ പ്രീപെയ്ഡ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ 700 രൂപയുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ 790, 800 റേഞ്ചൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം തോന്നിയത്. സോ ഞാൻ അത് മേടിച്ചു. വേറെ ഷിപ്പിംഗ് ചാർജസോ കാര്യങ്ങളൊന്നുമില്ല. സോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഐഫോണിൽ 13 സീരീസ് വരെയുള്ള ഏതെങ്കിലും മോഡൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതിനൊരു അഡാപ്റ്ററും കൂടി മേടിക്കേണ്ടി വരും. ഒരു ചെറിയൊരു അഡാപ്റ്റർ ഉണ്ട്. അതായത് ഇതിൻ്റെ റിസീവർ എന്ന് പറയാം, മൈക്കിൻ്റെ റിസീവർ USB-C പോർട്ട് ഉള്ളതാണ്. സോ USB-C പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ലൈറ്റ്നിങ് ആയിരിക്കുമല്ലോ, 13 സീരീസ് വരെയൊക്കെ ലൈറ്റ്നിങ് പോർട്ടുകളാണ് ഐഫോണിൽ. സോ നമുക്ക് ഒരു അഡാപ്റ്റർ വേണം. അതായത് OTG പോലത്തെ ഒരു അഡാപ്റ്റർ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ റിസീവർ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഗ്രെനാറോയുടെ തന്നെ മേടിക്കുകയായിരിക്കും നല്ലത്. ഞാനിവിടെ ലോക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ചെറിയ വിലയുടെ നോക്കിയായിരുന്നു. പക്ഷെ അത് നമുക്ക് ചാർജിങ് മാത്രമേ സപ്പോർട്ട് ആവുന്നുള്ളൂ. മൈക്ക് റിസീവർ സപ്പോർട്ട് ആവുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൈക്ക് മേടിക്കുമ്പോൾ ഒപ്പം തന്നെ ആ ഒരു അഡാപ്റ്ററും കൂടി, അതായത് USB-C to ലൈറ്റ്നിങ് അഡാപ്റ്ററും കൂടി മേടിക്കാൻ ശ്രദ്ധിക്കുക. അത് 13 സീരീസ് വരെയുള്ള ആൾക്കാർക്ക്. 14 തൊട്ടിട്ട് പിന്നെ USB-C പോർട്ടാണല്ലോ, അതുകൊണ്ട് അത് വിഷയമല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് കണക്റ്റ് ആക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിന്, അതായത് 700 പ്രൈസ് റേഞ്ചിന് ഇപ്പോൾ നിലവിലുള്ളതിൽ നല്ലൊരു ഔട്ട്പുട്ട് ക്വാളിറ്റി തരുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു മൈക്കാണ്. ആർക്കെങ്കിലും കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൈക്കാണിത്. വേറെ 500 രൂപയുടെയൊക്കെ താഴെയുള്ള മൈക്കുകളുണ്ട്, വയർലെസ് മൈക്കുകളുണ്ട്. പക്ഷേ കുറച്ച് ഇപ്പം നിലവിലുള്ളതിൽ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴായാലും നല്ലൊരു ഓഡിയോ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വേറെ ഓഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എഡിറ്റ് ചെയ്യുമ്പോഴായാലും വേറെ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണ് റെക്കോർഡ് ആവുന്നത് അതേപോലെ തന്നെ ഇടുന്നത്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തോ. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.